ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് കൽപ്പറ്റ പരാഗ് ഫാഷനിലാണ് കേട്ടോ. അപ്പോൾ പരാഗ് എന്ന് പറയുന്നത് കോഴിക്കോടും അതുപോലെ കണ്ണൂർ എവിടേക്കോ സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ കൽപ്പറ്റയിൽ വന്നിട്ട് കുറേ ആയിട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വൈറ്റ് ആയിട്ടുള്ള ഒരു ടോപ്പും ഒരു കുർത്ത സെറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു മെറ്റീരിയൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്കല്ല, കസിന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് കോട്ടണിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് വരുന്നതായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കി കുറച്ചും കൂടി കുറച്ചും കൂടി ഇതുള്ള നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്താക്കി ഇവിടെ വന്നിട്ട് ഞങ്ങൾ കുറച്ചും കൂടി കാണാനൊരു നല്ല ഭംഗിയുള്ള അങ്ങനത്തെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാദ്യം ഇതാണ് എടുത്തു തന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഇത് കാണിച്ചു തന്നു. ഇതും നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ വെറും 2 മീറ്റർ അങ്ങനെ എന്തോ തുണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തികയൂല. അതുപോലെ തന്നെ ഇവിടെ മുറിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് വരുന്നത് അവരിവിടെ ഇങ്ങനെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതും നമുക്ക് വാങ്ങാവുന്നതാണ് കേട്ടോ. അത് മീറ്ററിന് ഒരു പറയും എത്രയാണെന്നുള്ളത്. ഈ ഒരു നീല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു പീക്കോക്ക് കളറായിരുന്നു. പിന്നെ ഇത് നോക്കൂ, നല്ല ലെഹങ്കയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി തുണികളുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ ഇത് ഫിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ മെറ്റീരിയൽസ് കണ്ടിട്ട് എനിക്കാണെങ്കിൽ കണ്ണിങ്ങനെ മഞ്ഞളിക്ക കേട്ടോ. അത്രയ്ക്ക് ഇഷ്ടം പോലെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ കട മുഴുവൻ ഓടി നടക്കുകയായിരുന്നു കേട്ടോ ഞാൻ. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ ഷാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ദുപ്പട്ട നല്ല അടിപൊളി ത്രെഡ് വർക്കിലൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ഷോളുകൾ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നല്ല വീതിയുണ്ട്, അതുപോലെ നല്ല നീളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ വന്നിട്ട് ഇങ്ങനെ വാങ്ങിയാൽ മതി. അപ്പോൾ ഇനിയിപ്പോൾ മുറിച്ച് വാങ്ങണേ മുറിച്ചും വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിതാണ് മുറിച്ച് വാങ്ങിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലൈനിങ്ങും അതുപോലെ തന്നെ പാൻറ്റിനുള്ള പീസും കൂടി നമ്മൾ മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാൻറ്റിനുള്ള പീസ് നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പാൻറ്റിൻ്റെയാണ് മുറിച്ചത്. എന്തോ നമ്മൾ സെറ്റാക്കിയെല്ലാം മുറിച്ചു. പിന്നെ നമ്മൾ ഷാൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഷാൾ എടുത്തപ്പോൾ ഈ ഒരു ഷാൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എന്താ അറിയില്ല, അതിലൊരു പുള്ളിയൊക്കെ വന്നിട്ട് എനിക്ക് നോർമലായിട്ടുള്ള നമ്മളെ ഷാൾ ഉണ്ടാവില്ല, അതാണ് ഇഷ്ടം. അപ്പോൾ അത് വാങ്ങണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കിയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ബീഡ്സിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഏത് തരത്തിലുള്ളതും ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മോ, കണ്ണൊക്കെ കൂടി എന്തൊക്കെയോ ആവുന്നുണ്ടായിരുന്നു. ഏതിലേക്കാണ് നോക്കണ്ടേന്ന് അറിയില്ല. അതുപോലെ തന്നെ ലേസുകളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അതെല്ലാം വാങ്ങി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വന്നു. ചായ കുടിക്കാൻ നമ്മൾ സ്ഥിരം കയറുന്ന കടയിൽ തന്നെയാണ് കയറിയത്. അപ്പോൾ ഒരു ചായയും കാപ്പിയും പറഞ്ഞു. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊറോട്ടയാണ് തോന്നുന്നു പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഒരു ചായയും ചിക്കൻ പൊറോട്ടയും കഴിച്ചു. അപ്പോൾ ബേക്കിൽ പട്ടി ഉണ്ടായിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാറി നിന്നിട്ട് ആ പട്ടീനെ ഒന്ന് വെറുതെ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ സങ്കടം ഉണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഒരു 10 രൂപേൻ്റെ ലിച്ചിയും കൂടി വാങ്ങി കുടിച്ചു കേട്ടോ. അങ്ങനെ ഈ തണുപ്പത്ത് ഞാൻ തണുപ്പ് വേണ്ടാന്ന് പറഞ്ഞിട്ട് തണുപ്പുള്ള തന്നെ എടുത്തും തന്നു കേട്ടോ അയാൾ. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ കസിൻ്റെ വീട്ടിലേക്കും പോയി, ഞാൻ എൻ്റെ വീട്ടിലേക്കും വന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ഞാൻ ഒറ്റയ്ക്കാണുള്ളത്, അവൾ വീട്ടിലാണുള്ളത്, എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ എനിക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നാൻ വേണ്ടി തോന്നും. അപ്പോൾ ഉപ്പുമാവിൻ്റെ റിവ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി, എന്നാൽ പിന്നെ വെറൈറ്റി ഉപ്പുമാവ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്താക്കി, കടുക് പൊട്ടിച്ചു ഉപ്പുമാവ് ഉണ്ടാക്കുന്ന അതേ സ്റ്റൈലിൽ തന്നെ ഞാൻ എന്താക്കി, മുട്ടയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു മുട്ട ഉപ്പുമാവ്, അതായത് എഗ്ഗ് സാൾട്ട് മാംഗോ ട്രീ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഗ്യാസൊക്കെ കത്തിച്ച് മുട്ടയൊക്കെ ഇതാക്കി എന്തൊക്കെയോ തരത്തിലൊരു ഉപ്പുമാവ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉണ്ടാക്കാൻ മാത്രം വളരെ സിമ്പിളാണ്. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുക അതുപോലെ തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുക, എന്നിട്ട് വെള്ളം ഒഴിക്കുക, എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മൾ റവ എന്താക്കുക അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ വെള്ളം എല്ലാം വറ്റി വരുമ്പോൾ ഡ്രൈ ആകുമ്പോൾ നല്ലൊരു ഉപ്പുമാവ് തയ്യാറായിട്ടുണ്ടാവും ഗായ്സ്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതായിട്ട് കുറച്ച് ഒരു മഞ്ഞ നിറം തോന്നിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണുള്ളത്. പിന്നെ പുള്ളിക്കാരൻ വരുമ്പോൾ തന്നെ സമയം ഒരുപാടാവും കേട്ടോ. അപ്പോൾ അതുവരെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിക്കും. പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണിൽ നോക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ നേരം ഇങ്ങനെ പോക്കൂട്ടോ. പിന്നെ അധികം ഞാൻ ഈ സിനിമയാണ് കാണാറുള്ളത് കേട്ടോ. എന്തെങ്കിലും സിനിമ ഇങ്ങനെ മൊബൈലിൽ കണ്ടുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെയാണ് സമയം പോക്കാറുള്ളത്. നമ്മളവിടെ TV ഒന്നുമില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള റവ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എനിക്ക് കഴിക്കാൻ മാത്രം അത്രേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ.
പിന്നെ വെറുതെ ഉണ്ടാക്കിയിട്ട് ചിലപ്പോൾ കുളമായിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ, അപ്പം നമ്മൾ കുറച്ച് ഉണ്ടാക്കി നോക്കുക ആദ്യം, എന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം നമുക്ക് കുറേ ഉണ്ടാക്കിയാൽ പോരെ. അപ്പോൾ അതാ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. എന്നിട്ട് ആ വെള്ളം എല്ലാം കുറുക്കി അതൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഉപ്പുമാവ് അവിടെ ഉണ്ടാവണം. അങ്ങനെ വീട്ടിലിങ്ങനെ ഒറ്റയ്ക്കുള്ള സമയത്താണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ എന്നിങ്ങനെ തോന്നുക. അങ്ങനെ തന്നെയായിരിക്കും എല്ലാവർക്കും, ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴേക്കും എന്തെങ്കിലും തിന്നണം എന്നിങ്ങനെ തോന്നുക കേട്ടോ. അങ്ങനെയാണ് ഫ്രിഡ്ജിലൊരു മുട്ട ഉണ്ടായിരുന്നു, പിന്നെ ഉപ്പുമാവിൻ്റെ റവ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് ഞാൻ വെറൈറ്റി ആക്കി ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ നമ്മളെ ഉപ്പുമാവ് ഇതവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയത് ഇപ്പം അടുത്താണ് കേട്ടോ. വെറൈറ്റികളല്ല ഇപ്പോൾ ഫുൾ ട്രെൻഡിങ്ങിലുള്ളത്. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്നെ തന്നെ ഒന്ന് അഭിനന്ദിക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഞാനിതാ ഉപ്പുമാവ് സ്വന്തം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. കാരണം വേറെ ആരുമില്ല ടേസ്റ്റ് ചെയ്തിട്ട് കുറ്റം പറയാനും അതുപോലെ നല്ലത് പറയാനും കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ തിന്നിട്ട് ഞാൻ തന്നെ നല്ലത് പറയണം, കുറ്റം പറയുന്നത് നിങ്ങൾ കാണണ്ട, അത് ഞാൻ പിന്നെ പറഞ്ഞോളാം കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ ഇതാ തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. ഇടാൻ പറ്റാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫോണിൻ്റെ നെറ്റ് തീർന്നു. എൻ്റെ ഫോണിൻ്റെ നെറ്റ് തീർന്നു. പിന്നെ കയറ്റാൻ കുറച്ച് സമയമായി. ഇന്നലെയാണ് കയറ്റി തന്നത് കേട്ടോ. അപ്പോൾ വൈഫൈ ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫൈ ഒക്കെ ഉള്ളവർക്ക് സുഖമാണ് കേട്ടോ. അപ്പം അങ്ങനെ 2 ദിവസം നമ്മൾ എന്താ പറയുക, വീഡിയോസ് ഇടാനൊന്നും പറ്റിയില്ല. പിന്നെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ് പോകുന്നതും കൊണ്ട് പിന്നെ മഴ എല്ലാം കൂടിയായ ഒരു ചടപ്പ്, വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ഞാനൊന്ന് ഇട്ട് പിന്നെ ചെറിയ ചെറിയ അസുഖങ്ങൾ എല്ലാം കൂടി വീഡിയോ ഇട്ട് ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ അതിൻ്റെ പുറകാലെ പോവും. ഇന്നലെ ഹോസ്പിറ്റലിൽ പോയി, എനിക്ക് നോക്കുമ്പോൾ പനിയായിരുന്നു. പിന്നെ ഓക്ക് കൊതുക് കടിച്ചിട്ട് അത് പഴുത്ത്, പിന്നെ എനിക്ക് നടുവേദന, അതെല്ലാം കാണിച്ച് ഇന്നലെ ഫുൾ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. ഉച്ച കഴിഞ്ഞ് ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഈ അസുഖങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ തന്നെ പിന്നെ എനിക്ക് ഒന്നിനും മൂടുണ്ടാവില്ല കേട്ടോ. ഒന്നും വീഡിയോ എടുക്കാനോ അങ്ങനത്തെ ഒരു കാര്യത്തിന് എനിക്ക് ഒരു മൂടും ഉണ്ടാവില്ല. ഇങ്ങനെ വെറുതെ ഇരിക്കുക തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഭയങ്കര പരിതാപകരമായി ആ സാധനമായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാതെ ഇരുന്നത്. അപ്പോൾ ഞാനൊന്ന് റെഡിയായി വരുമ്പോഴത്തേനും അപ്പം തന്നെ ഒന്ന് ഡൗൺ ആയി പോകും കേട്ടോ. എനിക്കാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് വന്നാൽ മതി, അപ്പം തന്നെ ഞാൻ തളർന്നു പോകും കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോസ് കാണുന്ന കുറേ കൂട്ടുകാർ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ അവരെന്താക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടിയും പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ എത്രയുള്ളൂ, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ, സീ യു.